നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുകയാണ്. അസൈൻമെന്റ് സബ്മിഷന്റെ ഡേറ്റ് എപ്പോഴാണ്? സത്യത്തിൽ അസൈൻമെന്റ് സമർപ്പിച്ചു. 95% പേരും അസൈൻമെന്റ് സമർപ്പിച്ചു കഴിഞ്ഞു. ഡാറ്റകൾ കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ 5% പേർ എന്ന് പറയുന്നത് രോഗം കൊണ്ട്, അല്ലെങ്കിൽ വേണോ വേണ്ടയോ എന്നുള്ള പല കാരണങ്ങൾ കൊണ്ട്, തൊഴിൽ സമ്മർദ്ദം കൊണ്ട്, പിന്നെ ചെയ്യാം എന്നുള്ള പ്രൊക്രാസ്റ്റിനേഷൻ കൊണ്ട്, അങ്ങനെ പലരും വയ്ക്കാതെ ഇരിക്കുന്നുണ്ട്. ഈ 5% എന്ന് പറയുന്നത് തന്നെ ഒരു 10,000-ൽ കൂടുതൽ ആളുകളാണ് കേട്ടോ. ഇനി വയ്ക്കാത്ത 5% 10,000-ൽ കൂടുതലാണ്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ പ്രക്ഷേപണം ചെയ്യുന്നത്. നിങ്ങൾ ബേജാറാകണ്ട. നാളെ രാവിലെ ന്യൂസ് വരികയാണ്. കൃത്യമായി താങ്കളെ അറിയിപ്പ് വരികയാണ്. ജൂൺ 24 പരീക്ഷയ്ക്ക് ഉള്ള, ഈ വരുന്ന ജൂൺ 24 പരീക്ഷയ്ക്ക് ഉള്ളത് അസൈൻമെന്റ്, അവർ അസൈൻമെന്റ് എടുക്കേണ്ടത് ജൂലൈ 23 അഡ്മിഷൻ എടുത്ത ആനുവൽ പ്രോഗ്രാംകാരാണ്. ജൂലൈ ഈ തന്നിരിക്കുന്ന വർത്തമാനം അനുസരിച്ച് ജൂലൈ 2023 സെഷനിലെ സ്റ്റുഡൻസ് അവർക്ക് 30th ഏപ്രിൽ 2024 എന്ന് ഓൾറെഡി ഇഗ്നോ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ വർത്തമാനം ഞാൻ ഒന്നും കൂടി എടുത്ത് ഉദ്ധരിക്കുകയാണ്. ഇത് ഇന്നലെ പറഞ്ഞതല്ല, നേരത്തെ ഇഗ്നോ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ ഇഗ്നോയുടെ BHIH 101 എന്നുള്ള അസൈൻമെന്റില്, കുട്ടികൾക്ക് വേണ്ടിയുള്ള അസൈൻമെന്റില് ഓൾറെഡി ഡെഡ്ലൈൻ ഡേറ്റ് ഓഫ് സബ്മിഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതല്ലാതെ പിന്നെ മറ്റേതായിരിക്കും സമയം? ഇനി ഇഗ്നോയുടെ ഓർഡർ നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഉറപ്പിച്ചോളൂ, 30/4/2024 വരെ അസൈൻമെന്റ് സ്വീകരിക്കും. കഴിഞ്ഞ കൊല്ലത്തെ വർത്തമാനത്തിൽ അത് 30/5/24 വരെ വാങ്ങിച്ചിരുന്നു 23 വരെ വാങ്ങിച്ചിരുന്നു. കഴിഞ്ഞ കൊല്ലത്തെ വർത്തമാനത്തിൽ 30/5 പോലും അല്ല, 31/5/2023 വരെ അസൈൻമെന്റ് സ്വീകരിച്ചിരുന്നു. അപ്പോൾ ആരും ബേജാറാകണ്ട. പിന്നെ എന്ന് മാറ്റി വെച്ചിട്ടുള്ളവരെ, നിങ്ങൾക്ക് നമസ്കാരം. നിങ്ങൾ നേരത്തെ ചെയ്യൂ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത്, അവസാന നിമിഷത്തിലേക്ക് എടുത്ത് ഇങ്ങനെ ടെൻഷൻ അടിക്കരുത്. ഉറക്കമില്ലാത്ത രാത്രികളാണ് കുട്ടികൾ ഇങ്ങനെ വെറുതെ ബേജാറാവുകയാണ്. നിങ്ങൾക്ക് ആ ഒരു സന്തോഷ വർത്തമാനമാണ് ഞാൻ ഈ തരുന്നത്. ആസ് പെർ BHIH 101 അസൈൻമെന്റ്, July 2023 and January 2024 students, we want to submit the assignments. The deadlines are 30th April 2024 for July 2023 admission students, and 31st October 2024 for this session, January 2024 session annual students. അതിനുള്ള വ്യക്തമായ ഓർഡറുകളാണ് ഇനി ഞാൻ താങ്കൾക്ക് നൽകുന്നത്. ഇത് മുമ്പ് ഇഗ്നോ നൽകിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. BEGC 110 എന്നുള്ള ഒരു ഇതിൽ ജൂലൈ 21 ജാനുവരി 22 സെഷനുകാർക്കുള്ള ഇഗ്നോയുടെ ഔപചാരികമായ അസൈൻമെന്റിൽ BEGC 110 എന്നുള്ളതിൽ കൃത്യമായി അവിടെ ടൈം തന്നിട്ടുണ്ട്. 30th ഏപ്രിൽ ഫോർ ജൂൺ എക്സാമിനേഷൻ, 31st ഒക്ടോബർ ഫോർ ഡിസംബർ. ഗുഡ് ലക്കും നമുക്ക് തരുന്നു. അപ്പൊ ആരും ബേജാറാകണ്ട. ഇത് ഇഗ്നോയുടെ സ്ഥിരം പരിപാടിയാണ്. നേരത്തെ ഇപ്പോൾ COVID-19 സിറ്റുവേഷനില് കുറെ സമയം നമുക്ക് എക്സ്റ്റെൻഡ് തന്നത്, ഇപ്പോൾ ഇന്ത്യയിലെ പല തരത്തിലുള്ള പ്രക്ഷോഭനം, അതുപോലെ തന്നെ പലതരത്തിലുള്ള അജിറ്റേഷൻസ്, സ്ട്രൈക്ക്, അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്നത് കൊണ്ട് ഇന്റർനെറ്റ് കൃത്യമായിട്ട് ലഭ്യമല്ലായ്മ, കൃത്യമായി ഡൽഹിയിലേക്ക് എത്തിച്ചേരാൻ പറ്റായിക, മറ്റ് സംസ്ഥാനത്തെ ക്യാപിറ്റലുകൾക്ക് കൃത്യമായി എത്തിച്ചേരാൻ പറ്റായിക, വിദ്യാർത്ഥിനികളുടെ അസൈൻമെന്റുകൾ കൃത്യമായി റീജിയണൽ സെന്ററുകളിലും സ്റ്റഡി സെന്ററുകളിലും ലഭ്യമല്ലായിക, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഡേറ്റ് നീട്ടുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായ ഈ പ്രധാനപ്പെട്ട ഇങ്ങേരെ തന്നെ നമുക്ക് പിടിക്കാം. ആരാണ്?
BHIC 101 ഹിസ്റ്ററി ഓണേഴ്സ് പ്രോഗ്രാമില് ഇക്കൊല്ലം ജൂലൈ 2023 ഇപ്പോൾ നടക്കുന്ന ജാനുവരി 24 അഡ്മിഷനില് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്നുള്ള ചോദ്യ പേപ്പറിലെ അസൈൻമെന്റില് കൃത്യമായി ഇഗ്നോ നമുക്ക് നൽകിയിരിക്കുന്നു. ജൂലൈ 23 സെഷൻകാർ 30th April 2023 ദ കോർഡിനേറ്റർ ഓഫ് യുവർ സ്റ്റഡി സെന്ററിൽ ഏർപ്പിക്കണം. വേർ ടു സെൻഡ് എന്നാണ് പറയുന്നത്. അവിടെ കയ്യിൽ കൊണ്ട് കൊടുക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. സെൻഡ് എന്ന് പറഞ്ഞാൽ അയക്കുക എന്നാണ്. അപ്പൊ ഇഗ്നോയ്ക്ക് സബ്മിറ്റ് ചെയ്യുന്ന യു മസ്റ്റ് ഒബ്റ്റെയിൻ എ റെസിപ്റ്റ് ഫ്രം ദ സ്റ്റഡി സെന്റർ ഫോർ ദ അസൈൻമെന്റ് സബ്മിറ്റഡ് ആൻഡ് റീറ്റെയിൻ ഇറ്റ് ഇഫ് പോസിബിൾ. കീപ് എ സെറോക്സ് കോപ്പി ഓഫ് ദ അസൈൻമെന്റ്സ് വിത്ത് യു. Like all other assignments, this should be submitted to the coordinator. Submitted, not hand over. കയ്യിൽ കൊണ്ട് കൊടുക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. Submitted to the coordinator of your study center. Your regional center may allow you to submit this assignment online on its website. ഓൺലൈനിൽ ചെയ്യാനുള്ള സൗകര്യവും തരും. പക്ഷെ ഓൺലൈനിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും ചെയ്യരുത്. അത് അപകടമാണ്. Please visit the website of your regional center to check if online submission facility is available. ഓൺലൈൻ ഫെസിലിറ്റി അവൈലബിൾ ആണോ എന്ന്. നിങ്ങൾ ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്യരുത്. നേരിട്ട് കൊണ്ടുപോയും കൊടുക്കണ്ട. പോസ്റ്റലിലൂടെ താങ്കൾക്ക് അയച്ചു കൊടുത്താൽ മതി. അപ്പൊ വേർ ടു സെൻഡ് എവിടത്തേക്ക് അയക്കണം? ദ കോർഡിനേറ്റർ ഓഫ് യുവർ സ്റ്റഡി സെന്റർ. നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ 30th April ഉള്ളിൽ താങ്കൾക്ക് ചെയ്യാം. ഈ സന്തോഷ വർത്തമാനം അറിയിച്ചുകൊണ്ട് ഞാൻ മറ്റു കുറച്ച് കാര്യങ്ങളും കൂടി താങ്കളെ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇഗ്നോയിലെ പരീക്ഷയ്ക്ക് ഫീസ് ജൂൺ 24 പരീക്ഷയ്ക്ക് ഫീസ് ഇനിയും അടച്ചിട്ടില്ല എങ്കിൽ അതിന് ലേറ്റ് ഫീ ഇല്ലാതെ തന്നെ അപേക്ഷിക്കാനുള്ള തീയതി ഏതാനും ദിവസങ്ങളിലേക്ക് നീട്ടിയിട്ടുണ്ട്. അത് വളരെ മനോഹരമായി നമുക്ക് ചെയ്യാം. ജൂൺ 24 പരീക്ഷയ്ക്ക് താങ്കൾ മനോഹരമായി ഒരുങ്ങേണ്ടതുണ്ട്. ആ ഒരു ഒരുക്കം ഒരു ഒന്നാം തരം ഒരുക്കമാകാൻ വളരെ സിമ്പിളായി താങ്കൾക്ക് ഒരുങ്ങാനാണ് എം നോട്ട്സ്, സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ്, ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക്, മുബാറക് മാസ്റ്റർ താങ്കൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില ഹെൽപ്പ് ടൂൾസ് താങ്കൾക്ക് നൽകുന്നത്. താങ്കൾ വളരെ സിമ്പിൾ ആയിട്ട് പരീക്ഷ പാസ്സാകാം. ഈ ജൂൺ 2024 പരീക്ഷ പാസ്സാകാൻ അസൈൻമെന്റും എഴുതാൻ താങ്കൾക്ക് 2 സുപ്രധാനമായ സംഗതികൾ വേണം. ഒന്ന് ഇഗ്നോയുടെ ബുക്ക് എ, മറ്റൊന്ന് ബി റെഫറൻസ് മെറ്റീരിയൽസ്. നിങ്ങൾക്ക് നല്ല റെഫറൻസ് മെറ്റീരിയൽസ് വെച്ച് ചെയ്യാം. അതിന് എം നോട്ട്സ്, സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിലെ, ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിലെ അക്കാഡമിക് കൗൺസിലേഴ്സ്, അധ്യാപകർ വളരെ ഭംഗിയായ ലേബർ ഇന്ത്യ മോഡലുള്ള ഗൈഡുകൾ ഒരുക്കിയിട്ടുണ്ട്. അതിലൂടെ നമുക്ക് 12 ഗുണങ്ങൾ കിട്ടും. യൂണിറ്റ് ലെവൽ ലേബർ ഇന്ത്യ പോലത്തെ യൂണിറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് ഉള്ളത്. അത് അപേക്ഷിക്കാനുള്ള ഫോം ഈ വീഡിയോയിൽ ഞാൻ നൽകിയിട്ടുണ്ട്. താങ്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇഗ്നോയുടെ ബുക്കിനെ 100% അടിസ്ഥാനപ്പെടുത്തി കാച്ചി കുറുക്കി 3-ൽ 1 സംഗ്രഹിച്ചിരിക്കുന്നു. അതിലെ ചാപ്റ്റർ വൈസ് റെഫറൻസസ് ആണ് ഉള്ളത്. ഓരോ ചാപ്റ്ററിന് യൂണിറ്റ് വൈസ് റെഫറൻസസ് ആണ്. എല്ലാ പാഠഭാഗവും ആ സബ്ജക്ട് വിഷയം മുഴുവനും കവർ ചെയ്യുന്ന രൂപത്തിൽ കാച്ചിക്കുറുക്കിയ പൊന്ന് എന്ന് വേണമെങ്കിൽ പറയാം. സോൾവ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അതിൽ ലഭ്യമാണ്. അതിന്റെ ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, അതായത് ഡിസംബർ 23 പരീക്ഷ, അതിന്റെ ഉത്തരം, ജനുവരി 23 പരീക്ഷ, ജൂൺ 23 അതിന്റെ പരീക്ഷ ഉത്തരം, ഡിസംബർ 22 പരീക്ഷ അതിന്റെ ഉത്തരം, ചോദ്യ പേപ്പർ അതിന്റെ ഉത്തരം, അതുപോലെ തന്നെ ജൂൺ 22 ചോദ്യ പേപ്പർ അതിന്റെ ഉത്തരം, ഡിസംബർ 21 ചോദ്യ പേപ്പർ അതിന്റെ ഉത്തരം, ജൂൺ 21 ചോദ്യ പേപ്പർ അതിന്റെ ഉത്തരം. അങ്ങനെ ഒരു 6 തരത്തിലുള്ള പരീക്ഷാ പേപ്പറുകൾ നമുക്ക് പരിചയപ്പെടുമ്പോൾ ഇനി വരാനുള്ള പാറ്റേൺ എങ്ങനെയാണ് എന്ന് വളരെ ഭംഗിയായി നമുക്ക് മനസ്സിലാക്കാം. അതനുസരിച്ച് ഇതെല്ലാം നിങ്ങൾ അവസാനത്തെ കുറുക്കി ചെറുതാക്കണം എന്നല്ല, അത്രയും നല്ല വിശാലമായ 6 തരത്തിലുള്ള ചോദ്യ പേപ്പറുകൾ പരീക്ഷയ്ക്ക് താങ്കൾ തയ്യാറാകാം. താങ്കൾക്ക് തന്നെ ഇഗ്നോയുടെ സൈറ്റിൽ നിന്ന്
ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് 1-2 പരീക്ഷകൾ നേരത്തെ തന്നെ എഴുതി പരിശീലിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അങ്ങനെ പരീക്ഷ എഴുതി പരിശീലിക്കാൻ താങ്കൾക്ക് എക്സാം ഓറിയന്റഡ് ആക്ടിവിറ്റീസ് വേണം. ചെക്ക് യുവർ ക്വസ്റ്റ്യൻ, ചെക്ക് യുവർ ആൻസേഴ്സ് എന്നുള്ളത് മനസ്സിലാകണം. ഷോർട്ട് നോട്ട്സുകൾ കൃത്യമായി മനസ്സിലാക്കണം. സാമ്പിൾ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും താങ്കൾക്ക് വേണം. ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും വേണം. ഈസി കാൽക്കുലേഷൻസ്, ഫോർമുല വേണം. 100% ഉറപ്പ് വേണം പാസ്സാകുമെന്ന്. അങ്ങനെയുള്ള ഉറപ്പോടുകൂടി ഇഗ്നോയുടെ സൈറ്റിൽ പോയി താങ്കൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യാം. ഇനിയുള്ള ഒരു 2 മിനിറ്റ് ഞാൻ എങ്ങനെയാണ് ഇഗ്നോയിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് സുഖമായിട്ട് പരീക്ഷയ്ക്ക് ഒരുങ്ങേണ്ടത് എന്ന്. പരീക്ഷയ്ക്ക് ഒരുങ്ങുക എന്ന് പറയുന്നത് പുഞ്ചിരിയോടുകൂടി ഒരുങ്ങാനുള്ളതാണ്. എങ്ങനെയാണ് ഇഗ്നോയുടെ പഴയ കാല ക്വസ്റ്റ്യൻ പേപ്പർ, അതിനുള്ള ഉത്തരങ്ങളെല്ലാം കിട്ടാൻ ലേബർ ഇന്ത്യ മോഡലിലുള്ള റെഫറൻസ് മെറ്റീരിയലിൽ ഓർഡർ കൊടുക്കുക. ഓർഡറിന് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. 4 മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വാട്സപ്പ് ചെയ്താൽ ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിലെ അക്കാഡമിക് കൗൺസിലേഴ്സ് താങ്കൾക്ക് വേണ്ട ഹെൽപ്പ് ചെയ്തിരിക്കും. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളത് വളരെ മനോഹരമായി ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരാം. ഇഗ്നോയുടെ ഹോം പേജ് നമ്മൾ എടുത്തു. ഇഗ്നോയുടെ ഹോം പേജ് www.igno.ac.in. അവിടെ ഡൗൺലോഡ്സ് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ലിങ്ക് ഉണ്ട്. ആ ഡൗൺലോഡ്സ് ലിങ്കില് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള ഈ ലിങ്കിലേക്ക് പോയാൽ ജൂൺ 23 ഏറ്റവും അവസാനത്തെ സെഷനിലെ പരീക്ഷ, ജൂൺ 23, ഡിസംബർ 22, ജൂൺ 22, ഡിസംബർ 21, ജൂൺ 21, ഡിസംബർ 20, ഇവിടെ എല്ലാം ചോദ്യ പേപ്പറുകൾ താങ്കൾക്ക് ലഭിക്കും. എം നോട്ട്സ് നൽകുന്ന റെഫറൻസ് മെറ്റീരിയലിൽ അതിന്റെ ഉത്തരങ്ങൾ ലഭിക്കും. നമ്മൾ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ലേബർ ഇന്ത്യ പഠിച്ചിട്ടില്ലേ? ഇത് വളരെ വലിയ ഒരു ടൂളാണ് കേട്ടോ, വളരെ വലിയ ഒരു ടൂളാണ്. പരീക്ഷയ്ക്ക് പഠിച്ച് പാസ്സാവുക എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ, ഒരു 5 കൊല്ലത്തെ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് തന്നെ പഠിച്ച് പാസ്സാകാൻ വളരെ എളുപ്പമാണ്. അപ്പൊ ചോദ്യങ്ങൾ എവിടുന്ന് കിട്ടും? ഇഗ്നോയുടെ ക്വസ്റ്റ്യൻ പേപ്പർ സൈറ്റിൽ നിന്ന് കിട്ടും. ഉത്തരങ്ങൾ എവിടുന്ന് കിട്ടും? ഇഗ്നോയുടെ ലേബർ ഇന്ത്യ മോഡലിലുള്ള സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് എം നോട്ട്സ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് നൽകുന്ന ഈ റെഫറൻസ് മെറ്റീരിയലിൽ നിന്ന് താങ്കൾക്ക് ലഭ്യമാണ്. സപ്പോസ് ജൂൺ 23 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ എടുത്തു. ജൂൺ 23 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ കൃത്യമായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ ഡിഗ്രിക്ക് വേണ്ടി ഇപ്പോൾ പരിചയപ്പെടുത്തുന്നു. ഡിഗ്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ സപ്പോസ് ഇവിടെ ബോട്ടണിക്കാർക്കുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ വിഭാഗംകാർക്കും ഉണ്ട്. ബയോളജിക്കാരുടെ, സുവോളജി, കൊമേഴ്സുകാരുടെ BCOC 135 ജൂൺ 23 ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. BCOC 135 എന്നുള്ളതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, BCOC 135 പ്രിന്റഡ് പേജസ് 6 ഉണ്ട്. BCOMനുള്ളതാണ്. ജൂൺ 2023 പരീക്ഷയ്ക്കുള്ളതാണ്. മാക്സിമം മാർക്ക് ഇവിടെ എത്രയാണ് എന്ന് വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ്. അതിന്റെ പാറ്റേൺ കൃത്യമായി മനസ്സിലാക്കി ചോദ്യം ആകെ 20 മാർക്ക്. ആ 20 മാർക്ക് ചോദ്യത്തിന്റെ അകത്ത് 2 മാർക്ക് പ്ലസ് 10 മാർക്ക് പ്ലസ് 8 മാർക്ക് എന്ന് സബ് ഡിവിഷൻസ് അടക്കം തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ പാറ്റേണുകൾ വരാം? 2 മാർക്ക് 10 മാർക്ക് 8 മാർക്കിന്റെ ഒരു ഒറ്റ ചോദ്യം, 5 മാർക്ക് 15 മാർക്കിന്റെ ചോദ്യം, 10 മാർക്ക് 10 മാർക്ക് എന്നുള്ള ചോദ്യം, 2 മാർക്ക് 6 മാർക്ക് 12 മാർക്ക് എന്നുള്ള ചോദ്യം, 4 മാർക്ക് 8 മാർക്ക് 8 മാർക്ക് എന്ന ഉപചോദ്യങ്ങൾ, അതുപോലെ തന്നെ AB എന്നുള്ള ഉപചോദ്യങ്ങൾ, ഒറ്റക്ക് തന്നെ 20 മാർക്കുള്ള ഒരു വലിയ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ പല ഇന്റേണൽ ചോയ്സസ് വരുന്ന രൂപത്തിൽ ഒരു പ്രധാന ചോദ്യം, 9ാമത്തെ ചോദ്യം, അതിൽ 4 തന്നിട്ട് 2 എഴുതുന്ന ഇന്റേണൽ ചോയ്സസ് തരുന്ന. അപ്പോൾ ആദ്യമായി പരീക്ഷാ ഹാളിലേക്ക് പോകുന്ന കുട്ടി അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ അവസ്ഥയിൽ ആയിരിക്കും. അപ്പൊ നേരത്തെ തന്നെ നമ്മൾ ഇങ്ങനെ ഇതിന്റെ എല്ലാ ചോദ്യങ്ങളെ നമ്മൾ ഇവിടെ പരിചയപ്പെടുന്നുള്ളൂ. ഇതിന്റെ എല്ലാ ഉത്തരങ്ങൾ എവിടെ കിട്ടും? എം നോട്ട്സ് നൽകുന്ന ലേബർ ഇന്ത്യ മോഡലിലുള്ള റെഫറൻസ് മെറ്റീരിയൽ. ഒരിക്കലും അത് മറ്റൊരു സംഗതിയായി നമ്മൾ അതിനെ വ്യാഖ്യാനിക്കരുത്. അത് റെഫറൻസ് ആണ്, റെഫറൻസ്. ഇഗ്നോയുടെ ബുക്കിന് ഉപരിയായിക്കൊണ്ട് നമ്മൾ ഇഗ്നോയുടെ ബുക്കിൽ എല്ലാം ഉണ്ട്.
ഇഗ്നോയുടെ ബുക്കിന്റെ ഉപരിയായിക്കൊണ്ടാണ് ഈ റെഫറൻസ് എന്ന് പറഞ്ഞാൽ തന്നെ കൂടുതൽ പരാമർശിക്കുക, കൂടുതൽ തിരയുക, കൂടുതൽ അന്വേഷിക്കുക, അതിനു വേണ്ടിയുള്ളത്. ഇനി നമുക്ക് മറ്റൊരു ചോദ്യ പേപ്പർ പരിചയപ്പെടാം. സപ്പോസ് ഇവിടെ തന്നെ BCOLA 138 എന്നുള്ള ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, അത് നമ്മൾ പരിചയപ്പെടുന്നു. അത് ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ കിട്ടി. അതിൽ 6 പേജാണ് ഉള്ളത്. BCOLA 138 ക്വസ്റ്റ്യൻ പേപ്പറാണ്. 20 മാർക്കിന്റെ ഒറ്റ ചോദ്യം, 20 മാർക്കിന്റെ ഒറ്റ ചോദ്യം, 20 മാർക്കിന്റെ ഒറ്റ ചോദ്യം. അതിൽ തന്നെ ഇന്റേണൽ ചോയ്സസ് തരുന്ന 10 മാർക്കിന്റെ ചോദ്യം, ഇന്റേണൽ ചോയ്സസ് ഉൾപ്പെടുന്ന 4 തന്നിട്ട് 2 എഴുതുന്ന 10 മാർക്കുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ളത്. അപ്പൊ ചോദ്യത്തിന്റെ പാറ്റേൺ, അതിന്റെ ഉത്തരം കൃത്യമായി നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ പരീക്ഷ വളരെ പുഷ്പം പോലെ നമുക്ക് എഴുതി പാസ്സാകാം സുഹൃത്തുക്കളെ. BECയുടെ അതുപോലെ തന്നെ നമുക്ക് BGLE 135 എന്ന് പറയുന്നത് എല്ലാ BCOMകാർക്കും അതുപോലെ തന്നെ എല്ലാ BAGകാർക്കും ഉള്ള ഒരു കോമൺ പേപ്പറാണ്. ആ കോമൺ പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ ഞാൻ നൽകുന്നത്. BA ജനറൽ, BAGക്ക്, അതുപോലെ തന്നെ BA വൊക്കേഷണൽ സ്റ്റഡീസ്, മൈക്രോ, സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് എന്നുള്ള അതിന് എല്ലാറ്റിനുമുള്ള ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ BEGLA 135 7 പേജാണുള്ളത്. 100 മാർക്കാണ്, 3 മണിക്കൂറാണ്. അറ്റംപ്റ്റ് ആൾ ക്വസ്റ്റ്യൻസ്. അപ്പൊ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. പ്രത്യേകിച്ച് അങ്ങനെയുള്ളത് ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ. അപ്പൊ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തരിക എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് ഇന്റേണൽ ചോയ്സസ് നൽകുകയാണ്. ഇന്റേണൽ ചോയ്സസ് നൽകിയിട്ട് നമുക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. ആ ചോദ്യങ്ങൾക്ക് അകത്ത് തന്നെ നോക്കൂ, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക എന്ന് പറഞ്ഞാൽ 2 എന്നുള്ളതിന്റെ ഉത്തരം നമ്മൾ ഇവിടെ എഴുതിയിരിക്കണം. അതില് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി 2 ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞ് 5 തന്നിട്ട് ഇന്റേണൽ ചോയ്സസ് നമുക്ക് നൽകുകയാണ്. ഓൺലൈൻ എഡ്യൂക്കേഷനിലെ ലൈഫ് ഡ്യൂറിംഗ് ദി പാൻഡമിക്, ഇമ്പോർട്ടൻസ് ഓഫ് എക്സാമിനേഷൻ, ഹെൽപ്പിംഗ് ദി എൽഡർലി, ഇങ്ങനെയുള്ള ഒരു കോമൺ ആയിട്ടുള്ള ജനറൽ ഇൻഫർമേഷൻസിനെ പറ്റിയുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ തരുന്നു. ഇങ്ങനെയുള്ള ഒരു മെസ്സേജിലൂടെ കടന്നു പോവുകയാൽ നമുക്ക് വളരെ നല്ല രീതിയിൽ ഉറപ്പായും പറയാം പോലെ വളരെ മനോഹരമായി നമുക്ക് പാസ്സാകാം. ഇവിടെ നോക്കൂ, BHISന്റെ അതുപോലെ തന്നെ 131 എന്നുള്ളതിന്റെ ലാംഗ്വേജസിന്റെ മലയാളത്തിന്റെ 135 എന്നുള്ള മലയാളത്തിന്റെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം. നോക്കൂ, വളരെ മനോഹരമായി BA ജനറലിന് 4 ജനറല് എന്ന് പറഞ്ഞു. ടേം അവസാന പരീക്ഷ ജൂൺ 2021. മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് ഫോണ്ട് അവർക്ക് ഇങ്ങനെയാണ് പരമാവധി കിട്ടിയിരിക്കുന്നത്. പരമാവധി മാർക്ക് 3, സമയം 3 മണിക്കൂർ. എല്ലാ ചോദ്യങ്ങൾക്കും നിർദ്ദേശാനുസരണം ഉത്തരം എഴുതുക. വളരെ കൃത്യമായിട്ട് എല്ലാം ഭംഗിയായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ചോദ്യ പേപ്പറുകൾ നമുക്ക് ഇവിടെ ഇഗ്നോയുടെ സൈറ്റിൽ നിന്ന് കിട്ടുന്നു. അതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് എവിടുന്ന് കിട്ടുന്നു? ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിലെ വളരെ വലിയ കാഴ്ചപ്പാടാണ് എന്ന് മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നമുക്ക് ഇവിടെ ലഭ്യമാവുകയും അതിനുള്ള ചോദ്യങ്ങൾ ഇവിടെ ഇഗ്നോയുടെ സൈറ്റിൽ ലഭ്യമാവുകയും ഉത്തരങ്ങൾ നമുക്ക് വളരെ മനോഹരമായിട്ട് ലേബർ ഇന്ത്യ മോഡലിലുള്ള ഈ റെഫറൻസ് മെറ്റീരിയലിലൂടെ കിട്ടുമ്പോൾ നമുക്ക് നല്ല ആശയങ്ങൾ, നല്ല ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷയ്ക്ക് ഒരുങ്ങാം. ഇതിനുള്ള ബുക്കുകൾ നമുക്ക് എവിടുന്ന് കിട്ടും? ഇതിനുള്ള ഹെൽപ്പ് താങ്കൾക്ക് എവിടുന്ന് കിട്ടും? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു തരാൻ നിങ്ങൾക്ക് അക്കാഡമിക് കൗൺസിലേഴ്സ് ഈ പരീക്ഷാ കാലഘട്ടത്തിൽ താങ്കൾക്ക് ആവശ്യമുണ്ടോ? അതിനെല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ താങ്കൾക്ക് ബന്ധപ്പെടുക. അതിലുള്ള ഫോം, ഗൂഗിൾ ഫോം ഉപയോഗിച്ച് ബുക്ക് താങ്കൾക്ക് ഓർഡർ ചെയ്യാം. റെഫറൻസ് ബുക്കുകൾ ഓർഡർ ചെയ്യാം. 5 ദിവസത്തിനുള്ളിൽ താങ്കളുടെ കൈകളിൽ ഈ പുസ്തകങ്ങൾ എത്തും എന്ന് മുബാറക് മാസ്റ്റർ ഗ്യാരണ്ടി തരുന്നു. എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒപ്പം സബ്മിഷൻ ഡേറ്റ് 30/4/2024 എന്ന് നമ്മൾ ഇവിടെ ഉറപ്പിക്കുന്നു. എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.